പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് രക്ഷാകര രഹസ്യങ്ങൾ അനുസ്മരിക്കുന്നതിലെ ഏറ്റവും സുപ്രധാന ദിവസങ്ങളിൽ ഒന്നാണല്ലോ പെസഹ വ്യാഴാഴ്ച. 3 സുപ്രധാനമായ കാര്യങ്ങളാണ് ഇന്ന് തിരുക്കർമ്മങ്ങളിലും ഈ ദിവസത്തിലും നമ്മൾ ഓർമ്മിക്കുന്നത്. 1, ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മനുഷ്യവർഗത്തോടുകൂടി എന്നും ആയിരിക്കാനുള്ള വലിയ സ്നേഹം കാണിച്ചു. 2, ഏറ്റവും വലിയ എളിമയുടെയും ശുശ്രൂഷയുടെയും അടയാളമായി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നു. അതുപോലെ ഈശോ ലോകാവസാനം വരെ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ തുടരാൻ വേണ്ടി പൗരോഹിത്യം സ്ഥാപിച്ചു എന്ന 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സുപ്രധാനമായി ഇന്നത്തെ ദിവസം അനുസ്മരിക്കുന്നത്. ഇന്ന് നമുക്ക് ഈശോയോടൊപ്പം സഹിയോൻ മാളികയിലായിരിക്കാം. യോഹന്നാൻ അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്ന് ഈശോയുടെ ഹൃദയസ്പന്ദനങ്ങൾ കേട്ടതുപോലെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ആത്മീയ വായനയിലും നമുക്ക് ഈശോയുടെ ഹൃദയസ്പന്ദനങ്ങൾ ഇന്ന് മുഴുവൻ സമയവും കേൾക്കാൻ പരിശ്രമിക്കാം. വലിയ സഭാപിതാവായ അപ്രയം ഈശോയുടെ കാല് കഴുകൽ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ചിന്ത ഇതാണ്. ഈശോ ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ അത് പ്രതീകാത്മകമായ ഒരു കാര്യമായിരുന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് യൂദാസിനെ കഴുകിക്കളയുകയാണ് ചെയ്തത്. ശരീരം നേരെ നിൽക്കുന്ന ഒരു ശരീരം എടുത്തു നോക്കുമ്പോൾ പാദങ്ങൾ ഏറ്റവും അവസാനത്തെ ശരീരാവയവമാണ്. ശിഷ്യന്മാരുടെ പേരുകളുടെ എണ്ണം പറയുമ്പോൾ ഏറ്റവും അവസാനം ചേർക്കപ്പെടുന്ന പേര് അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്തായുടേതാണ്. ഈശോ ഒരുക്കിക്കൊണ്ടുവന്ന ശിഷ്യന്മാരുടെ മനസ്സിന് ചേരാത്ത ചിന്തകൾ ഉണ്ടായിരുന്ന ഏകയാൾ ആ അവസാനത്തെ ആളായ യൂദാസ് കറിയാത്തായുടെ മനസ്സിൽ മാത്രമായിരുന്നു. തൻ്റെ ബാക്കി 11 ശിഷ്യന്മാരിലേക്ക് യൂദാസിന്റെ മനസ്സും യൂദാസിന്റെ ചിന്തകളും പടർന്ന് കയറാതിരിക്കാൻ വേണ്ടി ഈശോ അവരെ യൂദാസിനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് കഴുകിക്കളഞ്ഞുവെന്ന് സഭാപിതാവായ അപ്രയം നമ്മളെ പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ഏറ്റവും വിശുദ്ധമായ ദിവസത്തിൽ ആത്മശോധന ചെയ്യാം. യൂദാസിന്റെ മനസ്സോടുകൂടി ദ്രവ്യാഗ്രഹം നിറഞ്ഞ, ലോകത്തിന്റെ താല്പര്യങ്ങൾ നിറഞ്ഞ, ഈശോയുടെ അടുത്തിരിക്കാൻ ചേരാത്ത മനസ്സുള്ള ഹൃദയത്തോടെയാണോ നമ്മൾ ഇന്ന് ഈ വിശുദ്ധ രഹസ്യങ്ങൾ പങ്കുചേരാൻ എത്തിയിരിക്കുന്നത്? നമുക്ക് അവയെ മാറ്റി നിർത്താം. യൂദാസിനെ നമ്മളിൽ നിന്നും കഴുകിക്കളയാം. അങ്ങനെ ഈശോയ്ക്ക് ചേർന്ന, ഈശോയുടെ ഹൃദയശുദ്ധിയോട്, ഈശോയുടെ ഹൃദയത്തോട് ചെവി ചായ്ച്ചു വയ്ക്കാൻ തക്ക ഹൃദയശുദ്ധിയുള്ള ശിഷ്യന്മാരായി നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് മാറാം. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വിശുദ്ധ പെസഹായ അനുസ്മരിക്കുന്ന ഈ പുണ്യപ്പെട്ട ദിവസത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യോഹന്നാന്റെ മനസ്സോടുകൂടി, ബാക്കി ശിഷ്യന്മാരുടെ നിർമ്മല ഹൃദയത്തോടുകൂടി ഞങ്ങളും ഇന്ന് അങ്ങയുടെ അന്ത്യത്താഴ മേശയെ സമീപിക്കുന്നു. വിശുദ്ധ കുർബാന സ്ഥാപിച്ച് ഞങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച ദൈവമേ, ശുശ്രൂഷ പൗരോഹിത്യം നൽകി ലോകത്തിൽ അങ്ങയുടെ പുരോഹിത ശുശ്രൂഷ തുടരുന്ന ദൈവമേ, വിനയത്തിന്റെയും എളിമയുടെയും മാതൃക കാലുകഴുകലിലൂടെ കാണിച്ച ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലും പ്രായോഗിക ജീവിതത്തിലും ഞങ്ങളും എളിമയും വിനയവും ഉള്ളവരായിരിക്കുവാനും അങ്ങയെപ്പോലെ എല്ലാവരോടും നിരന്തര സ്നേഹം പുലർത്തുവാനും പുരോഹിതരെ പോലെ എന്നും മറ്റുള്ളവർക്കും അങ്ങേക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ വിശുദ്ധ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.